അള്ളാഹു കാക്കട്ടെ. ബൈത്തുൽ മാമൂർ വിശ്വസിക്കാത്ത കാഫിറ. എന്തുകൊണ്ട്? ഖുർആനിൽ സത്യം ചെയ്യാൻ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനെ? ബൈത്തുൽ മാമൂറിനെ തന്നെയാണ് സത്യം. എല്ലാ ദിവസവും 70,000 മലക്കുകൾ തവാഫ് ചെയ്യും ബൈത്തുൽ മാമൂറിൽ. എന്നാലും നിബന്ധനയുണ്ട്. ഒരിക്കൽ തവാഫ് ചെയ്ത ഒരു മലക്ക് പിന്നെ ഖിയാമത്ത് നാൾ വരെ മടങ്ങി വരികയില്ല. ഒരു മലക്കിന് ബൈത്തുൽ മാമൂർ തവാഫ് ചെയ്യാൻ ഒരു ചാൻസേ ഉള്ളൂ. ഇത് അള്ളാഹു തആല ആകാശം പടച്ചങ്ങ് തുടങ്ങിയതാ. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അപ്പോൾ മലക്കുകൾ എത്ര ഉണ്ടാവും? നിങ്ങൾ ഇവിടെ ഇല്ല. മനസ്സിലായില്ല? ആകാശം പടച്ച അന്ന് തുടങ്ങിയതാണ് ഈ തവാഫ്. ഒരു ദിവസം ഒരു യോമ് എന്നൊരു റിവായത്ത്, ഒരു സായത്ത് എന്ന് പറഞ്ഞ റിവായത്ത്, ഒരു മണിക്കൂറിൽ നിന്നും ഒരു യോമ് എന്നുണ്ട് റിവായത്തിൽ. ഒരു മണിക്കൂറിൽ നിന്നുണ്ട്, ഒരു ദിവസം എന്നുണ്ട്. എത്ര ആള്? എത്ര മലക്ക്? 70,000. ഈ മലക്കുകളെ പ്രത്യേകത സുമ്മലായ അഊദൂന. പിന്നെ ഈ മലക്കുകൾ മടങ്ങി വരില്ല. ഒറ്റ തവാഫിന്റെ ചാൻസേ ഉള്ളൂ. ആർക്കാണെങ്കിലും ഒരു തവാഫിന്റെ ചാൻസേ ഉള്ളൂ. പിന്നെ അവർക്ക് മടങ്ങി വരാം. അത്രയും റഷാണ് അവിടെ. മനസ്സിലായില്ല നിങ്ങൾക്ക്? കാരണം ഖിയാമത്ത് നാൾ വരെ ഓരോരുത്തരും തവാഫ് ചെയ്ത് തീരണ്ടേ. അതിന് മാത്രം തിരക്കാണ്. അതുകൊണ്ട് ഒരു മലക്കിന് എന്തേ ഉള്ളൂ? ഒന്ന് പാറ എന്തേ ഉള്ളൂ? ഒരു ചാൻസ്. അത് ആകാശം പടച്ച അന്ന് തുടങ്ങിയതാണ്. ഇത് എന്ന് വരെ ഉണ്ടാവും? ഇനി നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കവമായ അള്ളാന്റെ പട്ടാള കൂട്ടത്തെ എണ്ണി തീർക്കാൻ അല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. അതിന് മാത്രം പട്ടാള കൂട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവരൊക്കെ മഹ്ശറിലേക്ക് ഇറങ്ങി വരും. പഠിച്ചവനെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ആ മലക്കുകള് ആ ബൈത്തുൽ മാമൂറിനെ കണ്ടു. ബൈത്തുൽ മാമൂറിൽ ചാരിയിരിക്കുകയാണ്. മലക്കുകളുടെ തവാഫ് കണ്ട് ചാരിയിരിക്കുകയാണ് സയ്യിദുനാ ഇബ്രാഹിം. ഞാൻ പിടിച്ചിരുത്തി എന്നോട് കുറെ വർത്താനം പറഞ്ഞു. പിരിയാൻ നേരത്തെ പറഞ്ഞു, ഔസി ഉമ്മത്തക്ക, നിന്റെ ഉമ്മത്തിന്, നിങ്ങളെ ഉമ്മത്തിന് നിങ്ങൾ 2 വസിയത്ത് ചെയ്തോളൂ സ്വർഗത്തിലെത്താൻ. ആ 2 വസിയത്ത് കൃത്യമാക്കിയാൽ അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ആ 2 വസിയത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. എല്ലാ ദിവസവും ചുരുങ്ങിയത് 100 വട്ടമെങ്കിലും, 100 വട്ടം എന്നുള്ളത് അതിൻ്റെ പ്രാധാന്യം മഹാന്മാർ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എല്ലാ ദിവസവും മറക്കാതെ ചെല്ലുക. എന്ത്? 2 ദിക്ർ. ഏതാ 2 ദിക്ർ? ഒന്ന് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഒന്ന്. രണ്ടാമത്തെ വസിയത്ത് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഇത് മറക്കാതെ എന്നും ചെല്ലുന്ന ആളുകൾക്ക് ഫർളായ അമലുകൾ അവർ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയുമെന്ന് സയ്യിദുനാ ഇബ്രാഹിം. നിങ്ങളെ ഉമ്മത്തിന് എൻ്റെ വക ഞാൻ വസിയത്ത് തരാം എന്ന് പറഞ്ഞു കൊടുത്തതാണ് ഈ വസിയത്ത്. പറഞ്ഞേക്ക് അത് 2ഉം. അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിക്കണം. ഈ സൂറത്തിൻ്റെ തുടക്കവാക്ക് സുബ്ഹാന. മനസ്സിലാക്കണം. ഈ യാത്ര പോയപ്പോൾ കിട്ടിയ ദിക്ർ സുബ്ഹാന. അന്ന് കിട്ടിയ അമല് നമസ്കാരം. ഈ ദിക്റിന്റെ പേരിൽ വേറൊരു നമസ്കാരം. തിരിഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് തിരിഞ്ഞില്ല. സുബ്ഹാനക്ക് വേണ്ടിയും ലാഹുലക്ക് വേണ്ടി മാത്രമേ ഒരു നമസ്കാരമുള്ളൂ. നിങ്ങളൊന്ന് വരി. നിങ്ങൾ ആ ബന്ധം കണ്ടില്ലേ? ഈ സൂറത്തിന്റെ തുടക്കം സുബ്ഹാന. ഈ രാത്രി പോയപ്പോൾ ആകാശത്ത് വെച്ച് കിട്ടിയ ദിക്ർ ഒന്ന് സുബ്ഹാന, ഒന്ന് ലാ ഹൗല. അന്ന് കിട്ടിയ അമല് നിസ്കാരം. ഈ ദിക്റിന്റെ പേരിൽ പ്രത്യേകമായി ഉള്ളതും നമസ്കാരം. നമസ്കാരത്തിൽ ഇതിനു വേണ്ടി മാത്രം 300 ദിക്ർ. താമാകണമെങ്കിൽ 2 ചെല്ലണം. മനസ്സിലായില്ല? ഒന്നുമൽ മതിയാക്കാം. പക്ഷെ പൂർത്തിയാകണമെങ്കിൽ 2 അഫ്ളൽ. എന്ത്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല. വാവ് കൂട്ടണം. വലാ ഹൗല വലാ ഖുവ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നീ നേരത്തെ പറഞ്ഞ ദിക്ർ ലാ ഹൗലയിലേക്ക് കൂട്ടിയാൽ റിസ്ഖിന് ഒഫിസമായി റിസ്ഖുക്കും, ആകാശത്തിലെ റിസ്ഖ് വീട്ടിലേക്ക് ഇറങ്ങും. ഈ 2 ദിക്ർ കൂട്ടിയാൽ അതും ലിനുരിയഹു മിൻ ആയാതിന. നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങളെ തല ശരിയാവില്ല. മനസ്സിലായില്ല? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. എന്ത്? മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റാണ്. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നരകം കാക്കുന്ന മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദിക്റാണ്. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർശിന്റെ താക്കോലായ ദിക്റാണ്. എന്ത്? ലാ ഹൗല വലാ ഖുവ. ഇത് 2ഉം ചേർത്തിയാൽ വഫിസ്സമായി റിസ്ഖുക്കും, ആകാശത്ത് റിസ്ഖ് സ്വന്തം വീട്ടിലെത്തും.
അള്ളാഹു അതിനുള്ള തൗഫീഖ് ഉണ്ടാക്കുമെന്നർത്ഥം. മിഅത്തമറ, ദിവസം 100 വട്ടം. തുർമദിയിലെ ഹദീസ്, മൻ ഖാല കുല്ല യൗമിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ലം തുസിബുഹു ഫാഖ ഖാല റസൂലുള്ളാഹി. എല്ലാ ദിവസവും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ ദായിമാക്കുന്നവർക്ക് ദാരിദ്ര്യം വരികയില്ല. ചെല്ലുന്നവർ ഒന്ന് കൈയൊക്കി എല്ലാ ദിവസവും ഈ 2 ദിക്ർ കൂട്ടിച്ചെല്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 ദിക്ർ, ഒന്ന് മിഫ്താഹുർ റഹ്മത്താണ്, ഒന്ന് മിഫ്താഹുൽ അർഷാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ, ഭയങ്കര ഫളലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, മറക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത. ചുരുങ്ങിയത് ഒരു ദിവസം എത്ര? 100 വട്ടം ചൊല്ലിയാൽ ഒരു ദാരിദ്ര്യവും ഉണ്ടാവുകയില്ലെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ പേരിൽ നമസ്കാരമുണ്ട്. മാത്രമല്ല, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ. അർബഉ കലിമാത്തിൻ അഫ്ളലു ബഅദൽ ഖുർആൻ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതാ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ പോയി അതിൻ്റെയും മുകളിലേക്ക് പോയി وأنت تخترق 7 طباق بهم في كل موكب كنت فيه صاحب العالم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വലിയ മലക്കിന്റെ കൂട്ടത്തിൽ പോയി സയ്യിദുനാ മുഹമ്മദുൻ. ഈ ആയത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തിയ അള്ളാഹു തആല ചില വിഷയങ്ങൾ അബ്ദിന് പറഞ്ഞു കൊടുത്തു. 3 തരം ഇൽമാണ് എനിക്ക് അള്ളാഹു അന്ന് പറഞ്ഞു തന്നത്. എനിക്ക് ഷർത്ത് വെക്കപ്പെട്ടു, അല്ല അഫ്തലിഹ അഹദിൻ അബദ, ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്. അത് മാ ഫതഹ്തു ലി അഹദിൻ, ഒരാൾക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം ആ 3 ജാതി വഹി ആ രാത്രി റസൂലുള്ളാഹിക്ക് അള്ളാഹു കൊടുത്തു. ഒരു വഹി ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഖൈറായി അള്ളാഹുവിൻ്റെ റസൂലിന് കിട്ടിയ വഹി എന്നല്ലെങ്കിൽ നാളെ നമുക്ക് പുലരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അത് പറഞ്ഞു കൊടുക്കാൻ ജനങ്ങൾക്ക് പോലും അത് ഏറ്റെടുക്കാൻ കഴിയില്ല, അമ്പിയാക്കൾക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനത്തെ 3 ജാതി ഇൽമ രാത്രി എനിക്ക് കിട്ടി. ഹബീബായ റസൂലുള്ളാഹ് ആ ഇൽമ ഞാൻ അള്ളാഹുവിനെ പഠിച്ചു എന്ന് സയ്യിദുനാ മുഹമ്മദുൻ. അല്ലെങ്കിലും ഇവിടെ ഉള്ള ഇൽമല്ല, വേറെ എന്തോ ഒരു ഇൽമിന് വേണ്ടിയ ഒരു തരം ഇൽമ ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് എന്നോട് പറഞ്ഞു. ആ ഇൽമ ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തില്ല. എന്തുകൊണ്ട്? മനുഷ്യർക്ക് ആ ഇൽമ ഏറ്റെടുക്കാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ആ ഇൽമ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് സയ്യിദുനാ മുഹമ്മദുൻ. പിന്നെ ഒരു ഇൽമ്, ആ ഇൽമുൻ ഫീഹി ഖുയ്റ, അതിലെനിക്കൊരു സ്വാതന്ത്ര്യം തന്നു. പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം, കൊടുക്കാതിരിക്കുകയും ചെയ്യാം. നിങ്ങളെ പ്രത്യേകക്കാരോട് പറഞ്ഞോളൂ എന്ന ഒരു ഇൽമും എനിക്ക് തന്നു. അത് ഫതഹ്തു ഇൻദ അബീ ബക്രിൻ വ ഉമറ വ ഉസ്മാന വ അലിയിൻ ഖാല റസൂലുള്ളാഹി. ആ വിജ്ഞാനം ഞാൻ 4 ആൾക്ക് തുറന്നു കൊടുത്തുകൊണ്ട് സയ്യിദുനാ സിദ്ദീഖ്. 4 ആളുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടവർ. അവരാണ് ഖുലഫാ ഉർ റാഷിദീങ്ങൾ. റസൂലുള്ളാഹി രഹസ്യ വിജ്ഞാനം കിട്ടിയ 4 ആളുകൾ. ഒന്ന് സിദ്ദീഖ്, ഒന്ന് സയ്യിദുനാ ഉമർ, ഒന്ന് സയ്യിദുനാ ഉസ്മാൻ, ഒന്ന് സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു. അവർക്ക് ഞാനത് തുറന്നു കൊടുത്തിട്ടുണ്ട്. അവരെന്നിൽ നിന്ന് വിജ്ഞാനം കരസ്ഥമാക്കിയിട്ടുമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി. പിന്നെ സാധാരണ വഹി, ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന വഹിയും അതും അള്ളാഹു എനിക്ക് നൽകി. 3 തരം വിജ്ഞാനം നൽകി. تدرك ولم ترامي وأنت تخترق 7 طباق